നമസ്കാരം. എഡ്യൂകെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ISC ആൻഡ് CBSE +2 വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. 5 മാർക്സ് ആണ് ഇതിൻ്റെ വെയിറ്റേജ്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ആൻഡ് ദ അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to 1/2 minus x the whole square plus x cube in the given interval, closed interval -2, 25. Absolute maximum and minimum value കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ ഇനിഷ്യൽ പാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ ഗിവൺ ഫംഗ്ഷന് നമ്മൾ ഡെറിവേറ്റ് ചെയ്യും, then we are equating it to 0 in order to find the critical points. And ഈ കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ്സും നമുക്ക് തന്നിരിക്കുന്ന ഇന്റർവെലിന്റെ എൻ പോയിന്റ്സും ഗിവൺ ഫംഗ്ഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ വാല്യൂവിന്റെ മാക്സിമം വാല്യൂ വിൽ ബി ദ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ആൻഡ് ദ മിനിമം വാല്യൂ വിൽ ബി അബ്സല്യൂട്ട് മിനിമം വാല്യൂ. സോ നമുക്ക് ചെയ്തു തുടങ്ങാം. ഫംഗ്ഷൻ ഇസ് f of x is equal to 1/2 minus x the whole square plus x cube. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. f dash of x is equal to, we need to apply chain rule here. So twice 1/2 minus x into derivative of 1/2 minus x, which is -1, plus x cube in the derivative 3x square. So we are getting the answer as 1 minus x into -1 plus 3x square, and which is x minus 1 plus 3x square. ഒന്നുകൂടി ഞാൻ റീഓർഡർ ചെയ്യാണ്. 3x square plus x minus 1. So this is our f dash of x. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് f dash of x നെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. സോ ഇക്വേറ്റിംഗ് f dash of x to 0, 3x square plus x minus 1 equal to 0. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം നമുക്ക് ഇവിടെ ചെയ്യാം. 3x square plus 3x minus x minus 1 equal to 0. Comparing two terms, 3x into x plus 1 minus 1 into x plus 1 equal to 0. We are getting the expression as 3x minus 1 into x plus 1 equal to 0. So, നമുക്ക് 0 കിട്ടുന്നത് either 3x minus 1 will be equal to 0 or x plus 1 will be equal to 0. 3x minus 1 equal to 0 ആണെങ്കിൽ x ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1/3 ആണ്. If x plus 1 is equal to 0, we are getting the value of x as -1. നമുക്ക് കിട്ടിയ രണ്ട് വാല്യൂസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് x equal to 1/3 and x equal to -1. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വാല്യൂസ് നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ വാല്യൂസ്, that is -1 and along with the end points of the interval -2, 1/3 and ഒരു കറക്ഷൻ ഉണ്ട്, 2.5 ആണത്, 25 അല്ല. സോ ദ തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് പോയിന്റ് ഇസ് 2.5. ഈ 4 വാല്യൂസും നമ്മൾ f of x ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഫസ്റ്റ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് x ആസ് -1. അപ്പൊ f of -1 നമുക്ക് കിട്ടുന്നത് 1/2 minus -1 the whole square plus -1 the whole cube, which is 1/2 plus 1 the whole square minus 1. And the answer is -7 divided by 4. And f of -2 is 1/2 minus -2 the whole square plus -2 the whole cube. Okay, so here we are getting the answer as 5/4. 5/4 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ. ആൻഡ് നെക്സ്റ്റ് വാല്യൂ of x is 1/2. അപ്പോൾ f of 1/2, സോറി 1/2 അല്ല 1/3 ആയിരുന്നു ഇവിടെ, 1/3. അപ്പോൾ f of 1/3 is 1/2 minus 1/3 the whole square plus x cube, that is 1/3 the whole cube. And the answer we are getting is 7 divided by 108. ഒരു വാല്യൂവും കൂടി ഉണ്ട്, f of 2.5. 1/2 minus 2.5 the whole square plus 2.5 the whole cube. Here we are getting the value
157 divided by 8, which is approximately equal to 19.62. So these are the four values we are getting for f of x when we substitute the critical points and the endpoints of the given interval. നോക്കൂ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നത് ഏതാണ്? 19.62 ആണ് നമുക്ക് ഹയസ്റ്റ് വാല്യൂ കിട്ടുന്നത്. സോ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 19.62 ആണ്, which we are getting at the point x is equal to 0.5. മിനിമം വാല്യൂ ഏതാണ് നോക്കിയേ, -7.4 ആണ്. -7 divided by 4 ആണ് മിനിമം വാല്യൂ അല്ലെ. അപ്പോൾ അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഈസ് -7.4. We are getting this value at x is equal to -. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ, അബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്നാണ്. പോയിന്റ് നമുക്ക് ഇവിടെ ആവശ്യമില്ല, എന്ത് എഴുതിയാൽ മതി, absolute maximum value of the function is 19.62, or either we can write 157 by 8. And absolute minimum value is -7 divided by 4. So, എങ്ങനെയാണ് നമ്മൾ ഇതിനെ ആൻസർ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ചെയ്ത പ്രൊസീജിയർ ഇതാണ്. First we find out the first derivative, then we equate it to 0 in order to find the critical points. പിന്നെ എന്ത് ചെയ്തു, ഈ ക്രിട്ടിക്കൽ പോയിന്റ്സും നമുക്ക് തന്നിരിക്കുന്ന ഇന്റർവെലിന്റെ എൻഡ് പോയിന്റ്സും നമ്മൾ എന്ത് ചെയ്തു, ഫംഗ്ഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫംഗ്ഷൻ ഏത് വാല്യൂനാണോ മാക്സിമം വാല്യൂ തരുന്നത് അതാണ് അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത്. ആ പോയിന്റ് ആണ് അബ്സല്യൂട്ട് മാക്സിമം പോയിന്റ്. ആൻഡ് മിനിമം വാല്യൂ, ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ് അബ്സല്യൂട്ട് മിനിമം പോയിന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, show that the rectangle of maximum perimeter which can be inscribed in a circle of radius 10 cm is a square of side 10√2 cm. 6 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു സർക്കിളിലേക്ക് നമുക്ക് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പെരിമീറ്റർ ഉള്ള ഒരു റെക്ടാങ്കിൾ, അതിന്റെ റേഡിയസ് എന്താണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 10√2 ആണ് അതിന്റെ, സോറി റേഡിയസ് അല്ല, അതിന്റെ സൈഡ് 10√2 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫിഗർ വരുന്നത് ഇതാണ്. ദിസ് ഇസ് എ സർക്കിൾ, അതിലേക്ക് നമ്മളൊരു റെക്ടാങ്കിളിനെ ഇൻസ്ക്രൈബ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ഈ റെക്ടാങ്കിളിന്റെ ഡയഗണൽ തമ്മിൽ ജോയിൻ ചെയ്താൽ എനിക്ക് എങ്ങനെ കിട്ടും, ഈ രീതിയിലായിരിക്കും ഫിഗർ വരാം. ഞാൻ ഇതിന് പേര് കൊടുക്കാണ്. ദിസ് ഇസ് എ, ദിസ് ഇസ് ബി, C and D. This must be the center of the circle. അങ്ങനെ വരുമ്പോ ഞാൻ ഇതിനെ O എന്ന് കൊടുത്താൽ, ഞാൻ ഇതിനെ O എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ OB and OD will be radius of the circle അല്ലെ. അപ്പോ റേഡിയസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, 10 സെന്റിമീറ്റർ ആണ് റേഡിയസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റേഡിയസ് നമുക്കിവിടെ 10 എന്ന് കൊടുക്കാം. അപ്പോൾ ഡയഗണൽ എന്ത് വന്നു, 10 + 10 20. ഓക്കെ, ഞാൻ ഇതിനെ സൈഡ്സ് ഓഫ് ദി റെക്ടാങ്കിൾ ഞാൻ എക്സ് ആൻഡ് വൈ എന്ന് കൊടുക്കാം. സോ ദിസ് ഇസ് എക്സ് ആൻഡ് ദിസ് ഇസ് വൈ. നമുക്ക് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, നമുക്കിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാലോ. എന്താണ് പൈതഗോറസ് തിയറം പറയുന്നത്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അപ്പൊ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എത്രയാണ്, 10 + 10 20 ആണ് അല്ലെ. അപ്പൊ 20 സെന്റിമീറ്റർ ആണ് ഇവിടെ ഹൈപ്പോട്ടന്യൂസ്. സോ വി ക്യാൻ റൈറ്റ് 20 സ്ക്വയർ. സോ ഇതിൽ നിന്ന് നമുക്ക് വൈ സ്ക്വയറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 20 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, and y is equal to root of 20 square minus x square, or we can write 400 minus x square. Okay, ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുകയാണ്. ഇനി ഒന്നുകൂടി ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. ഷോ ദാറ്റ് ദ റെക്ടാങ്കിൾ ഓഫ് മാക്സിമം പെരിമീറ്റർ, പെരിമീറ്റർ മാക്സിമം ആണെന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്ത് വരേണ്ടത്. ഓക്കെ, അതിന് പെരിമീറ്ററിന്റെ ഇക്വേഷൻ നമുക്ക് വേണം. റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 ടൈംസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലെ. അപ്പൊ ഇവിടെ എക്സും വൈയും ആണ് ലെങ്ത്തും ബ്രെഡ്ത്തും ആയിട്ട് എടുക്കുന്നത്. 2 ടൈംസ് എക്സ് പ്ലസ് വൈ എന്ന് നമുക്ക് പറയാം. ഇൻസ്റ്റെഡ് ഓഫ് വൈ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് റൂട്ട് ഓഫ് 400 മൈനസ് എക്സ് സ്ക്വയർ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 2 ടൈംസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് 400 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ കൂടുതലും സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ പെരിമീറ്റർ മാക്സിമം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സെക്കൻഡ് ഡെറിവേറ്റീവ് എങ്ങനെ നമ്മൾ ചെയ്യാം? എന്തായിരുന്നു ഇതിന്റെ പ്രൊസീജിയർ? നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കും,
ദെൻ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കും, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കും, എന്നിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് തൊട്ട് മുന്നേയുള്ള സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ക്രിട്ടിക്കൽ പോയിന്റ്സിനെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പോയിന്റ് ഓഫ് മിനിമ, ആൻഡ് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി പോയിന്റ് ഓഫ് മാക്സിമം. അപ്പൊ നമുക്ക് ഇവിടെ മാക്സിമം പെരിമീറ്റർ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് കിട്ടണം? നെഗറ്റീവ് ആണെന്ന് കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആദ്യം എടുക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. സോ ഡി പി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് 2 ഉള്ളിലേക്ക് കൊടുക്കാം. അപ്പൊ 2x പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 400 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. നോക്കൂ എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് വരിക? 2xന്റെ ഡെറിവേറ്റീവ് 2 ആണ്, പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഡെറിവേറ്റീവ് എന്താ? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ഇവിടെ നമ്മൾ ചെയിൻ റൂളും കൂടെ അപ്ലൈ ചെയ്യണം. അപ്പൊ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് 400 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 400 മൈനസ് എക്സ് സ്ക്വയർ. 400ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, കാരണം അത് കോൺസ്റ്റന്റ് ആണ്. മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2x. ഓക്കെ, ഇവിടെ 2 കട്ടായി പോകും. എന്ത് കിട്ടും? 2 മൈനസ് 2x ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 400 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി എന്താണ്? നമ്മൾ ഇതിനെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുക. dp by dx equal to 0. എങ്ങനെ വരും? 2 minus 2x divided by root of 400 minus x square equal to 0 വരും. That is, നോക്കൂ ഇവിടെ 2 ഉം 2 നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലെ? കോമൺ എടുത്തു കഴിഞ്ഞാൽ അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 0 ആയി പോകും. അപ്പൊ x ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 400 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, x is equal to root of 400 minus x square എന്ന് വരും. രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ x square is equal to 400 minus x square എന്ന് വരും. റൈറ്റ് സൈഡിൽ കിടക്കുന്ന മൈനസ് എക്സ് സ്ക്വയർ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് ആകും. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x square is equal to 400. x square is equal to 400 by 2, which is 200, and x is equal to square root of 200. എത്രയാണ്? 10 root 2 എന്ന് വരും. അപ്പൊ x is equal to 10 root 2 സെന്റിമീറ്റർ എന്നാണ് വരും. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്ക് കിട്ടി. x is equal to 10 root 2. ഇനി എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് നമുക്ക് എടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ dp by dx ഉണ്ട് അല്ലെ? എന്തായിരുന്നു നമ്മുടെ dp by dx? എന്തായിരുന്നു? 2 minus 2x divided by root of 400 minus x square അല്ലേ? 2 minus 2x divided by root of 400 minus x square. ഇത് നമ്മൾ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. അപ്പോൾ ഡി സ്ക്വയർ പി ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ. 2 ആണ്, കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് ഈക്വൽ ടു 0. ദെൻ മൈനസ് 2x ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 400 മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ നമ്മൾ കോഷ്യൻ റൂൾ ഉപയോഗിക്കണം. -2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് നിർത്താം. ദെൻ കോഷ്യൻ റൂൾ എന്താണ്? ഡിനോമിനേറ്റർ ഇൻറ്റു, that is 400 minus x square into derivative of numerator. x ന്റെ ഡെറിവേറ്റീവ് 1 ആണ്, മൈനസ് ന്യൂമറേറ്റർ x into derivative of denominator. ഡിനോമിനേറ്ററിൽ റൂട്ട് ആണ് അല്ലേ കിടക്കുന്നത്? റൂട്ടിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് ഓഫ് 400 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 400 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2x the whole divided by denominator square. റൂട്ടിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? റൂട്ട് പോകും. അപ്പൊ നമുക്ക് എന്താ ഇവിടെ കിട്ടുന്നത്? 400 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ മൈനസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 400 മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ 2 ഉം കട്ടായി പോകും. മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 400 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 400 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, നോക്കൂ, ഞാൻ ഇവിടെ ന്യൂമറേറ്റർ പാർട്ടിൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പൊ റൂട്ട് ഒരേ ടൈമാണ് റൂട്ടിനുള്ളിൽ കിടക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? ആ റൂട്ട് അങ്ങ് പോയി കിട്ടും. 400 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ
റൂട്ട് ഓഫ് 400 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 400 മൈനസ് എക്സ് സ്ക്വയർ. നമ്മളിപ്പോ റൂട്ട് 2 ഇൻറ്റു 2 എന്ന് ചെയ്താൽ എന്താ പറ്റുക? 2 ഇൻറ്റു റൂട്ട് 2, 2 റൂട്ട് 2 എന്ന് വരും. അത് നമുക്ക് 2�3/2 എന്ന് എഴുതാം. പവർ തമ്മിൽ ആഡ് ചെയ്ത് എഴുതാം. അപ്പൊ ഇവിടെ 400 മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്. നോക്കൂ, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ആയി പോവില്ലേ? അപ്പൊ -2 ഇൻറ്റു 400 minus 800 divided by -800 divided by 400 minus x square the whole raised to 3/. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എക്സ് 10√2 എന്നുള്ള ഈ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് വരും? -800 ഡിവൈഡഡ് ബൈ 400 മൈനസ് എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്താ? ഇവിടെ 200 ആണ് അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. 400 മൈനസ് 200 the whole raised to 3/2. That is -800 divided by 200 the whole raised to 3/2. നോക്കിയേ, 200 raised to 3/2 എന്തായാലും ഒരു പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? 800 divided by 200 raised to 3/2. ബട്ട് ഒരു നെഗറ്റീവ് അവിടെ കിടക്കുന്നില്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ദാറ്റ് ഇസ് ലെസ് ദാൻ 0 ആയിരിക്കും. ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ 10√2 എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് ഓഫ് മാക്സിമയാണ്. അപ്പൊ ഇവിടെ പെരിമീറ്ററിനെ മാക്സിമം കിട്ടുന്ന വാല്യൂ ഏതാണ്? 10√2 എന്ന് പറയുന്ന വാല്യൂലാണ് പെരിമീറ്റർ ഓഫ് ദി റെക്ടാംഗിൾ മാക്സിമം വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് പോയിന്റ് ഓഫ് മാക്സിമം ആണെന്ന് കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 10√2 ഈസ് എ പോയിന്റ് ഓഫ് മാക്സിമം. ബട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് മാത്രമല്ലല്ലോ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇതൊരു സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. സ്ക്വയർ ആവണമെന്നുണ്ടെങ്കിൽ എക്സും വൈയും എന്താവണം? ഈക്വൽ ലെങ്ത് ആയിരിക്കണം. അപ്പൊ എക്സും വൈയും ഈക്വൽ ലെങ്ത് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ റിലേഷൻ എഴുതിയിരിക്കുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 200 അല്ലെ? 200 അല്ല 20 സ്ക്വയർ. നമുക്കത് നോക്കാം. വൈയുടെ വാല്യൂ എന്താണ്? റൂട്ട് ഓഫ് 400 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. root of 400 minus x square 200 ആണ്. 200 which is root of 200 10√2. നോക്കൂ, എക്സിന്റെയും വൈയുടെയും വാല്യൂ ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ? എക്സ് ഇസ് ഈക്വൽ ടു വൈ കിട്ടി. എക്സ് ഈക്വൽ ടു വൈ എവിടെയാണ് കിട്ടുന്നത്? എക്സ് ഈക്വൽ ടു വൈ ആവുന്നത് എപ്പോഴാണ്? ഒരു സ്ക്വയറിനാണ് കിട്ടുക അല്ലെ? രണ്ട് സൈഡ്സും ഈക്വൽ, ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയിട്ട് വരുമ്പോൾ റെക്ടാംഗിൾ എന്ന് പറയുന്നത് എന്താകും? ഒരു സ്ക്വയർ ആകും. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നതും അത് തന്നെയായിരുന്നു. Show that the rectangle of maximum perimeter which can be inscribed in a circle of radius 10 cm is a square of side 10√2 cm. അപ്പൊ നമുക്ക് പെരിമീറ്റർ മാക്സിമം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. എക്സ് ഈക്വൽ ടു വൈ ആണെന്ന് കിട്ടി. ആ റെക്ടാംഗിൾ എന്താണ്? ഒരു സ്ക്വയർ ആണെന്ന് കിട്ടി. സൈഡ് എത്രയാണ്? 10√2 cm ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. 6 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Look, question number 3. This is also of 6 marks. Show that the altitude of the right circular cone maximum volume that can be inscribed in a sphere of radius r is 4r/3. Okay. നമുക്ക് ഒരു സ്ഫിയറിലേക്ക് നമ്മളൊരു റൈറ്റ് സർക്കുലർ കോൺ ഇൻസ്ക്രൈബ് ചെയ്യുകയാണ് അല്ലേ? അതിന്റെ സർക്കുലർ സ്ഫിയറിന്റെ റേഡിയസ് 6 ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4r/3 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി റൈറ്റ് സർക്കുലർ കോൺ. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കോൺ ഓഫ് മാക്സിമം വോളിയം ഉള്ള റൈറ്റ് സർക്കുലർ കോണിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 4r/3 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. If radius of the sphere is r. Okay. Question നോക്കാം. ഇതാണ് ഇതിന്റെ ഫിഗർ വരുന്നത്. ഇപ്പോ കോണിന്റെ റേഡിയസ് ഞാൻ ക്യാപിറ്റൽ R എന്ന് എടുക്കുകയാണ്.
ആൻഡ് സ്ഫിയറിന്റെ റേഡിയസ് സ്മോൾ ആർ എന്ന് എടുക്കുകയാണ്. അപ്പൊ നോക്കൂ, ഇതാണ് സ്ഫിയറിന്റെ സെന്റർ എങ്കിൽ ഇത് രണ്ടും എന്ത് വരും? 6 തന്നെ വരും അല്ലേ? ആൻഡ് ഈ റിമൈനിങ് പോർഷൻ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്. സോ ദിസ് ഇസ് എക്സ്. ഓക്കെ, റേഡിയസ് ഓഫ് ദി സ്ഫിയർ സ്മോൾ ലെറ്റർ ആർ, റേഡിയസ് ഓഫ് റൈറ്റ് സർക്കുലർ കോൺ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്തു. നോക്കി, ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ആദ്യമേ തന്നെ കിട്ടുന്നത് അല്ലേ? അപ്പൊ നമുക്ക് അതിന് മുന്നേ ഹൈറ്റ് ഓഫ് ദി കോൺ എങ്ങനെ എഴുതാം? നമുക്ക് ആർ പ്ലസ് എക്സ് എന്ന് എഴുതാം. ആർ പ്ലസ് എക്സ് ആണ് ഹൈറ്റ് ഓഫ് ദ കോൺ വരുന്നത്. ആൻഡ് ഈ റൈറ്റ് സർക്കുലർ കോണിൽ എന്താണ് ഇവിടെ ഉണ്ടാകുന്ന നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ റിലേഷൻ നമുക്ക് ഇവിടെ എഴുതാം. എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലേ? അപ്പോ ഇവിടെ ക്യാപിറ്റൽ ആർ സ്ക്വയറിനെ എനിക്ക് എങ്ങനെ എഴുതാം? സ്മോൾ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എഴുതാം. ഓക്കെ, ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നോക്കൂ, നമുക്ക് വോളിയമിന്റെ കാര്യം ഇവിടെ പറയുന്നത്. മാക്സിമം വോളിയം വേണം എന്നാണ് പറയുന്നത്. റൈറ്റ് സർക്കുലർ കോൺ ഓഫ് മാക്സിമം വോളിയം. കോണിന്റെ വോളിയം എന്താണെന്ന് അറിയണ്ടേ? എന്താണ് വോളിയം ഓഫ് കോൺ? എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് അല്ലേ? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ക്യാപിറ്റൽ എച്ച് തന്നെ എഴുതാമേ. 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഇനി നമുക്ക് ഈ ആർ സ്ക്വയറിനെയും എച്ചിനെയും മാറ്റാം. 1/3 പൈ ആർ സ്ക്വയറിന് പകരം ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ആൻഡ് എച്ചിന് ആർ പ്ലസ് എക്സ്. ഓക്കെ, അപ്പൊ 1/3 പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എക്സ് എന്ന് വന്ന് നമ്മുടെ വോളിയത്തിന്റെ എക്സ്പ്രഷൻ. ഞാൻ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണേ. അപ്പൊ 1/3 പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ആർ, ആർ ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ ആർ പ്ലസ് ആർ സ്ക്വയർ എക്സ് മൈനസ് എക്സ് ക്യൂബ്, which is 1/3 pi into r cube ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അല്ലെ? നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഡെറിവേറ്റീവ് അല്ലേ എടുക്കേണ്ടത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട. ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഓക്കെ ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുവാണ്. ഡി വി ബൈ ഡി എക്സ്. 1/3 പൈ കോൺസ്റ്റന്റ് ആണ്. പ്രോഡക്റ്റ് റൂൾ ഇവിടെ യൂസ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ദിസ് വൺ, സെക്കൻഡ് ഫംഗ്ഷൻ ഇത്. എന്താണ് പ്രോഡക്റ്റ് റൂൾ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ആർ പ്ലസ് എക്സ് ആണ് സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് എന്ത് വരും? ആറിന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ആർ പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എന്ത് വരും? ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 വരും, മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2x. എന്ത് കിട്ടി? 1/3 പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2rx മൈനസ് 2x സ്ക്വയർ. 1/3 പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് 2rx മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x സ്ക്വയർ. എന്ത് വരും? മൈനസ് 3 സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. പല കുട്ടികളും ചോദിക്കുന്നതാണ്, ഈ 1/3 പൈ കോൺസ്റ്റന്റ് അല്ലേ, അതിന്റെ ഡെറിവേറ്റീവ് 0 ആവില്ലേ എന്ന്. 1/3 പൈ കോൺസ്റ്റന്റ് ആണ്, ബട്ട് ഒരു കോൺസ്റ്റന്റിന്റെ കൂടെ ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോൺസ്റ്റന്റിനെ അവിടെ മാറ്റി നിർത്തും, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കും. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ് എന്താ എഴുതാം? നമുക്ക് ഈക്വൽ ടു 0 എന്ന് തന്നെ കൊടുക്കാം. അപ്പൊ ഇവിടെ 1/3 പൈ എന്താണ്? നോക്കൂ, അതിനടുത്ത് ഫംഗ്ഷൻസ് ഉണ്ട്. ഈ ഫംഗ്ഷന്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് 0 എന്ന് എഴുതാൻ പറ്റില്ല. കോൺസ്റ്റന്റിനെ അതേപടി മാറ്റി നിർത്താം. എന്താണോ ഫംഗ്ഷൻ ഉള്ളത് അതിന്റെ ഡെറിവേറ്റീവ് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ,
നോക്കൂ, dp/dx is equal to 1/3 pi into r square minus 2rx minus 3x square. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. dp/dx equal to 0. എന്ത് വരും? 1/3 പേർ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ കോൺസ്റ്റന്റ് ആയിരുന്നു, 0 ആയിരുന്നു. ഇനി ബാക്കി എന്താണുള്ളത്? ഈ ഒരു എക്സ്പ്രഷൻ അല്ലേ വരുള്ളൂ. r square minus 2rx minus 3x square equal to 0. നെഗറ്റീവ് പുറത്തേക്ക് എടുത്ത് ഞാൻ എഴുതിയാൽ എന്തായി? 3x square plus 2rx minus r square equal to 0. ഓക്കെ, മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 3x square plus 3rx minus rx minus r square equal to 0. കമ്പൈൻ ചെയ്യാം ടേംസിനെ. അപ്പോൾ 3x into x plus r minus r into x plus r equal to 0. 3x minus r into x plus r equal to 0 എന്ന് വരും. ഓക്കെ, അപ്പൊ either 3x minus r will be equal to 0 or x plus r equal to 0. അപ്പൊ എന്താ വരിക? 3x minus r equal to 0 ആണെങ്കിൽ x എന്ത് കിട്ടും? നമുക്ക് r/3 എന്ന് കിട്ടും. x plus r equal to 0 ആണെങ്കിൽ x is equal to minus r. ഓക്കെ, അപ്പൊ ഈ രണ്ട് വാല്യൂസ് ആണ് കിട്ടുക. നോക്കൂ, x equal to minus r നമുക്ക് എടുക്കാൻ പറ്റും? ഇല്ല അല്ലെ? റേഡിയസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പൊ നമ്മൾ ഏത് വാല്യൂ എടുക്കും? r/3 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം. ദാറ്റ് ഈസ് d square p by dx square 1/3 pi അങ്ങനെ തന്നെ കൊടുക്കാം. r സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 ആണ്, കാരണം r സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0, ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, കൂടെ ഫംഗ്ഷൻ ഒന്നുമില്ല. ഡെറിവേറ്റീവ് അപ്പോൾ ഡയറക്റ്റ് 0 എന്ന് കൊടുക്കാം. മൈനസ് 2rx എന്ത് വരും? മൈനസ് 2r വരും. മൈനസ് 3x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? മൈനസ് 6x എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് കൊടുക്കാണ്? r/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോ 5/3 into minus 2r minus 6 into x-ന് പകരം r/3, 6r/3. 6ഉം 3ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ 5/3 into minus 2r minus 2r എന്ത് വരും? minus 4r എന്ന് വരും. ദാറ്റ് ഈസ് minus 4 pi r/3. നോക്കൂ, ഇറ്റ്സ് എ നെഗറ്റീവ് വാല്യൂ. ഒബ്വിയസ് ആണ് അല്ലേ? റേഡിയസ് ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. പിന്നെന്താ? നോക്കൂ, നെഗറ്റീവ് ആണ് അവിടെ കിടക്കുന്നത്. സോ ഇത് കിട്ടുന്നത്, സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടുന്നത് എന്താ? ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? പോയിന്റ് വിൽ ബി പോയിന്റ് ഓഫ് മാക്സിമം. അപ്പൊ ഇവിടെ r/3 എന്ന് പറയുന്നത് എന്താണ്? വോളിയം മാക്സിമം തരുന്ന ഫംഗ്ഷൻ ആണ്. നമ്മളിവിടെ എല്ലാം dp/dx എന്നാണ് ഇട്ടത് അല്ലെ? വോളിയം ആണ് കേട്ടോ. dv/dx ആണ്. വോളിയം തന്നെയല്ലേ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നേ? നെക്സ്റ്റ് പേജിലേക്ക് വന്നപ്പം വോളിയം p ആയിപ്പോയി. ഓക്കെ, അപ്പൊ വോളിയം ഈസ് മാക്സിമം അറ്റ് x is equal to r/3. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? വോളിയം മാക്സിമം ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഹൈറ്റ് 4r/3 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ? ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താണ് നമ്മൾ എഴുതിയത്? h is equal to r plus x. h is equal to r plus x ആയിരുന്നു. x ഇവിടെ എന്താ വാല്യൂ കിട്ടിയിരിക്കുന്നത്? r/3 അല്ലെ? അപ്പൊ r plus r/3 എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 3r plus r 4r ഡിവൈഡഡ് ബൈ 3 കിട്ടിയില്ലേ? ഹൈറ്റ് ഓഫ് ദ കോൺ നമുക്ക് എന്ത് കിട്ടി? 4r/3 കിട്ടി. ഓക്കെ, അപ്പൊ ഹൈറ്റ് 4r/3 ആണ്. എപ്പോ? വോളിയം ഓഫ് ദി കോൺ എന്ന് പറയുന്നത് മാക്സിമം വരുമ്പോ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലെ? വോളിയം മാക്സിമം ആണെന്ന് പ്രൂവ് ചെയ്യുക, പെരിമീറ്റർ മാക്സിമം ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ ഇതിനെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏതാണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് തന്നെയാണ് എളുപ്പം അല്ലെ? എന്ത് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം, ദെൻ ഇക്വേറ്റ് ഇറ്റ് ടു 0, ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നു. ദെൻ അടുത്തത് എന്താണ്?
സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു. ഈ സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? പോയിന്റ് വിൽ ബി പോയിന്റ് ഓഫ് മിനിമ. ആൻഡ് നെഗറ്റീവ് വാല്യൂ ലെസ് ദാൻ 0 ആണ് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി പോയിന്റ് ഓഫ് മാക്സിമം. ഓക്കെ, ഉൾട്ടയാണ്. നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മിനിമം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two sides of a triangle have lengths A and B and the angle between them is theta. What value of theta will maximize the area of the triangle? Okay, ഒരു ട്രയാങ്കിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിൻ്റെ സൈഡ്സ് എന്താണ്? എയും ബിയും ആണ് അതിൻ്റെ സൈഡ്സ്. എയ്ക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഈ തീറ്റയുടെ ഏത് വാല്യൂ ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ മാക്സിമൈസ് ചെയ്യുന്നത്? അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ അറിയാം. ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത്, ഇഫ് യു നോ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ഗിവൺ സൈഡ്സ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എ ബി സൈൻ തീറ്റ. ഹാഫ് എ ബി സൈൻ തീറ്റയാണ്. If two sides and angle between the two sides ഉണ്ടെങ്കിൽ area of the triangle can be find out using this equation. A is equal to half AB sin theta. Okay, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്താ ചെയ്യുക? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഇസ് dA by d theta. 1/2 AB കോൺസ്റ്റന്റ് ആണ്. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് തീറ്റയാണ് അല്ലേ. ഇനി എന്താ അടുത്ത പ്രൊസീജിയർ? ഫസ്റ്റ് ഡെറിവേറ്റീവിൽ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ dA by d theta ഈക്വൽ ടു 0 ഇംപ്ലൈസ് AB by 2 cos theta ഈക്വൽ ടു 0. cos theta ഈക്വൽ ടു 0. തീറ്റ എന്ത് വരും? cos ഇൻവേഴ്സ് ഓഫ് 0. cos ഇൻവേഴ്സ് ഓഫ് 0 ഏതാണ്? π/2 ആണ് അല്ലേ. cos 90 ആണ് നമുക്ക് 0 തരുന്നത്. അപ്പോൾ തീറ്റയുടെ വാല്യൂ കിട്ടി π/2. Then second derivative d square theta, d square a divided by d theta square. നോക്ക്, ഇവിടെ നമ്മൾ എന്താ π/2 മാത്രം ആംഗിൾ എടുത്തത്? π/2 മാത്രമല്ലല്ലോ cos 0 തരുന്നേ അല്ലേ. cos 0 തരുന്ന വാല്യൂസ് ഏതൊക്കെയാ? എല്ലാ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 തരും അല്ലേ. അപ്പോൾ ഇനി അടുത്ത ഓഡ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 180നേക്കാൾ വലുതായിപ്പോൾ. 180നേക്കാൾ വലുതായിട്ട് നമുക്ക് ട്രയാങ്കിളിൻ്റെ ആംഗിൾ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പം അതിൽ ഒരു വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, ദാറ്റ് ഇസ് π/2. ഓക്കെ, നോക്കൂ. സെക്കൻഡ് ഡെറിവേറ്റീവ് d സ്ക്വയർ a by d തീറ്റ സ്ക്വയർ. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. AB/2 കോൺസ്റ്റന്റ് ആണ്. അടുത്തത് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ തീറ്റ. അപ്പോൾ മൈനസ് AB/2 സൈൻ തീറ്റ എന്ന് വരും. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇതിലേക്ക് തീറ്റ ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കിട്ടിയ തീറ്റ π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ d സ്ക്വയർ a ഡിവൈഡഡ് ബൈ d തീറ്റ സ്ക്വയർ എന്നുള്ളത് മൈനസ് AB/2 സൈൻ π/2. സൈൻ π/2 എന്താ? 1 അല്ലേ. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? മൈനസ് AB ഡിവൈഡഡ് ബൈ 2. നോക്കൂ, നെഗറ്റീവ് വാല്യൂ ആണല്ലേ, ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഏരിയ എന്താണ്? മാക്സിമം ആണ് അല്ലേ. അപ്പോൾ ഏരിയ മാക്സിമം ആവുന്നത് എപ്പോഴാണ്? തീറ്റ ഇസ് ഈക്വൽ ടു π/2 ആകുമ്പോഴാണ്. അപ്പോൾ എഴുതണം, ഹൗ വിൽ വി കൺക്ലൂഡ്? ദ ട്രയാങ്കിൾ ഹാസ് maximum area when theta is equal to π/2. Okay, the triangle has maximum area when theta is equal to π/2. അല്ലെങ്കിൽ angle between the two sides A and B is equal to π/2. Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. Find the dimensions of the rectangle of area
96 centimeter square whose perimeter is the least. Also find the perimeter of the rectangle. Okay, അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയമെൻഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 96 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിൻ്റെ പെരിമീറ്റർ എന്താണ്? ലീസ്റ്റ് ആണ്, ഷുഡ് ബി ലീസ്റ്റ്. Then we also need to find out the perimeter of the rectangle. Okay, നമുക്ക് തുടങ്ങാം. This is our rectangle. A യും B യും ആണ് അതിൻ്റെ സൈഡ്സ്. ഓക്കെ, ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഏരിയയുടെ ഇക്വേഷൻ എന്താ? സൈഡ്സിൻ്റെ പ്രോഡക്റ്റ് ആണ്, എൽ ഇൻറ്റു ബി. അപ്പോൾ ഇവിടെ എല്ലും ബി ആണ്, നമ്മൾ എയും ബി യും എടുത്തിരിക്കുന്നത്. അപ്പോൾ എ ബി എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ എ ബി ഇസ് ഈക്വൽ ടു 96. അപ്പോൾ എല്ലാവരും പറയും എ ബി വേണ്ട, എക്സ് വൈ ആണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് എക്സ് വൈ തന്നെ എടുക്കാം. ഏതെടുത്താലും കുഴപ്പമില്ല, അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. എനിക്ക് ഏത് വേരിയബിൾ എടുക്കാനാണോ കൺവീനിയൻ്റ് ആ വേരിയബിൾ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എ ഇസ് ഈക്വൽ ടു എക്സ്, ബി ഈക്വൽ ടു വൈ, എക്സും വൈ എന്ന് എടുക്കാണ് കേട്ടോ. അപ്പോൾ എക്സ് വൈ ഇസ് ഈക്വൽ ടു 96. അപ്പോൾ ഇതിൽ നിന്ന് വൈ എനിക്ക് കണ്ടുപിടിക്കാമല്ലോ. 96/x എന്ന് എനിക്ക് എഴുതാമല്ലോ വൈനെ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് കൊടുക്കാം. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പെരിമീറ്റർ ലീസ്റ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ പെരിമീറ്ററിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് വേണം. എന്താണ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ? 2 times x plus y. നേരത്തെ ഒരു പ്രോബ്ലം നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അല്ലേ? 2 times x plus y, ഇവിടെ 96/x. ഓക്കെ, 2 into x plus 96/x. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു. dp/dx. 2 കോൺസ്റ്റന്റ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. 96/x അല്ലേ? 96 കോൺസ്റ്റന്റ് ആണ്, അങ്ങനെ തന്നെ നിർത്താം. 1/xന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/xന്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. അപ്പോൾ ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ x² എന്ന് വരും. ഓക്കെ, സോ 2 into 1 minus 96/x². ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇക്വേറ്റിംഗ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടു 0. dp/dxനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാണ്. 1 minus 96/x² ഈക്വൽ ടു 0 വരും. ഓക്കെ, അപ്പോൾ 96/x² ഈക്വൽ ടു 1, x² ഈക്വൽ ടു 96, x is equal to root of 96, that is 4√6. ഓക്കെ, ഇതാണ് എക്സിൻ്റെ വാല്യൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മളിതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, നമുക്ക് dp/dx നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? എന്താണ് നമ്മുടെ dp/dx? dp/dx is equal to 2 into 1 minus 96/x² അല്ലേ? ഇതല്ലേ നമ്മുടെ dp/dx. 2നെ ഉള്ളിലേക്ക് കൊടുത്താൽ 2 minus 96 into 2 divided by x². ഓക്കെ, ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം. d²p/dx². 2ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ് അല്ലേ? ബാക്കി എന്ത് വരും? 2 into 96. 1/x²ൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? -2 divided by x³ ആണ് വരുന്നത്. എങ്ങനെ വരും? 1 divided by x² ആണ്. ഇതിന് x⁻² നമുക്ക് എടുക്കാം അല്ലേ? അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് x⁻² എന്താ വരിക? -2 into x⁻³ or we can write -2 divided by x³. ഓക്കെ, അപ്പോൾ ഇവിടെ -2 into 96 into -2 divided by x³. നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ആയി പോകും. 2 into 96 into 2 divided by x³ എന്ന് വരും. ഇനി നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കാം. എന്തായിരുന്നു നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്? നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? 4√6 ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ 2 into 96 into 2 divided by 4√6 the whole cube.
നോക്കൂ, ഡെഫിനറ്റ്ലി വി ആർ ഗെറ്റിംഗ് എ പോസിറ്റീവ് വാല്യൂ, അതായത് ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് എന്താ വേണ്ടത്, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഇത് എൻറ്റയർ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഒബ്വിയസ് ആണ് ഇത് പോസിറ്റീവ് വാല്യൂ ആണ്. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ എങ്ങനെയാണ്, പെരിമീറ്റർ ഇസ് മിനിമം അല്ലെങ്കിൽ പോയിന്റ് ഓഫ് മിനിമയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 4√6 ഗീവ്സ് ദ മിനിമം പെരിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനും പറയുന്നുണ്ട്. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് വൈയുടെ വാല്യൂവും കൂടെ വേണ്ടേ. വൈയുടെ വാല്യൂ എന്തായിരുന്നു, y is equal to 96/x എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. y is equal to 96 divided by x, that is 96/4√6. ഓക്കെ, നമുക്ക് 4√6ൻ്റെ സ്ക്വയർ ആയിരുന്നു 96 അല്ലേ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കിവിടെ 4√6 തന്നെ കിട്ടും. So y value is also getting as 4√6. Okay ആണോ? And perimeter is 2 times x plus y, that is 2 into 4√6 plus 4√6. (16√6) ആണ് നമുക്ക് പെരിമീറ്റർ കിട്ടുന്നത്. ഓക്കെ, യൂണിറ്റ് എഴുതാൻ മറക്കണ്ട, സെന്റിമീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ f of x equal to x raised to 4/4 minus x cube minus 5x square plus 24x plus 12 is strictly increasing. Second question, strictly decreasing. Strictly increasing and strictly decreasing കണ്ടുപിടിക്കാൻ സെയിം സ്റ്റെപ്പാണ് ഇതിനും. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, ഇക്വേറ്റ് ഇറ്റ് ടു 0, ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക, ഇന്റർവെൽസ് കണ്ടുപിടിക്കുക, ദെൻ ആ ഇന്റർവെല്ലിൽ ഒരു പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ f' പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്, നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. ഓക്കെ, അപ്പോൾ f' നമുക്ക് ചെയ്യാം. f of x is equal to x raised to 4/4 minus x cube minus 5x square plus 24x plus 12. f' of x എന്ത് വരും, 1/4 is constant, x raised to 4ന്റെ ഡെറിവേറ്റീവ് 4x cube minus x cube-ന്റെ ഡെറിവേറ്റീവ് 3x square minus 5x square-ന്റെ ഡെറിവേറ്റീവ് minus 10x plus 24x-ന്റെ ഡെറിവേറ്റീവ് 24. 4 and 4 got cancelled. x cube minus 3x square minus 10x plus 24 ആണ് ഫംഗ്ഷൻ. അടുത്ത സ്റ്റെപ്പ് എന്താണ്, f' of x നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. x cube minus 3x square minus 10x plus 24 equal to 0. ക്യൂബിക് ഇക്വേഷൻ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ട്രയൽ ആൻഡ് എറർ ആണ് ഇവിടെ. ഒരു റൂട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ക്വാഡ്രാറ്റിക് നമുക്ക് ഫോം ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 0 തരുന്ന ഒരു വാല്യൂ, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ നമുക്ക് x - 2 എന്ന് എഴുതാം. നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ക്യൂബിക് ഇക്വേഷൻ x - 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഫാക്ടർ കിട്ടും. ഡിവിഷൻ ഞാൻ തൽക്കാലം ഇവിടെ കാണിക്കുന്നില്ല, ഹോപ്പ് യു ഓൾ നോ ദാറ്റ്. അപ്പോൾ x - 2 ഇൻറ്റു x സ്ക്വയർ മൈനസ് x - 12 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യാം, ഈ ക്വാഡ്രാറ്റിക്കിനെ സോൾവ് ചെയ്യാം. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഇവിടെ ഫാക്ടേഴ്സ് കിട്ടുന്നത് x - 2, x - 4 ആൻഡ് x + 3 ആണ്. ഓക്കെ, സോ ഇവിടുത്തെ വാല്യൂസ് x = 2, 4 ആൻഡ് -3. ഓക്കെ, നമ്പർ ലൈനിൽ നമുക്കിത് പ്ലോട്ട് ചെയ്ത് നോക്കാം. -∞, then -3, 2, 4 plus ∞. നോക്കൂ, ഇൻ്റർവെൽസ് എങ്ങനെ വരും, 4 ഇൻ്റർവെൽസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. -∞ to -3, -3 to 2, 2 to 4 and 4 to ∞. ഈ ഓരോ ഇൻ്റർവെൽസിലും നമ്മൾ ഫംഗ്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഫസ്റ്റ് ഡെറിവേറ്റീവ് തരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇൻ്റർവെൽ എടുക്കാം, -∞ to -3. ഏതെങ്കിലും ഒരു വാല്യൂ സെലക്ട് ചെയ്യാം. അപ്പം -4 നോക്കാം. f of
-4 നോക്കാം. എഫ് ഓഫ് -4 എന്ന് പറയുന്നത് എഫ് ഓഫ് അല്ല എഫ് ഡാഷ് നോക്കാം. എഫ് ഡാഷ് ഓഫ് -4 എന്ന് പറയുന്നത് എന്താ കിട്ടുക? -4 ദ ഹോൾ ക്യൂബ് -3 ഇൻറ്റു -4 സ്ക്വയർ -10 ഇൻറ്റു -4 പ്ലസ് 24. ഓക്കെ, നോക്കൂ, -4ന്റെ ക്യൂബ് എന്താ വരാ? 64. അപ്പോൾ -64 ആണ് വരുന്നത്. ദെൻ 16 ഇൻറ്റു 3, ഇവിടെ നെഗറ്റീവിൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആണ് വരിക. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, അഗെയിൻ വി ആർ ഗെറ്റിംഗ് എ നെഗറ്റീവ് വാല്യൂ -48. ദെൻ -10 ഇൻറ്റു -4 പ്ലസ് 40 ആൻഡ് പ്ലസ് 24. നോക്കൂ, വി ആർ ഗെറ്റിംഗ് എ നെഗറ്റീവ് വാല്യൂ അല്ലേ? ഫൈനൽ വാല്യൂ നോക്കണ്ട, <0 ആണ് ആൻസർ വരുന്നത്. സോ നെഗറ്റീവ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഇൻ്റർവെൽ എന്താണ്? ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ദെൻ നെക്സ്റ്റ് ഇൻ്റർവെൽ നോക്കാം. -3 to 2. 1 എന്നുള്ള വാല്യൂ ആണ് ഞാൻ എടുക്കുക. എഫ് ഡാഷ് ഓഫ് 1 നോക്കാം. 1 ക്യൂബ് -3 ഇൻറ്റു 1 സ്ക്വയർ -10 ഇൻറ്റു 1 പ്ലസ് 24. 1 -3 -10 പ്ലസ് 24 എന്ത് വരും? 1 പ്ലസ് 24 25 -13. വി ആർ ഗെറ്റിംഗ് എ പോസിറ്റീവ് വാല്യൂ. അപ്പോൾ -3 to 2 എന്നുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ദെൻ നെക്സ്റ്റ് ഇൻ്റർവെൽ 2 to 4 ആണ്. 2 to 4ൽ ഐ എം ടേക്കിംഗ് എ വാല്യൂ ആസ് 3. എഫ് ഡാഷ് ഓഫ് 3 ആണ് എടുക്കുന്നത്. എന്താണ് നമ്മുടെ ഫംഗ്ഷൻ? ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സ് ക്യൂബ് -3x സ്ക്വയർ, എക്സ് ക്യൂബ് -3x സ്ക്വയർ -10x പ്ലസ് 24. 3 കൊടുക്കുമ്പോഴോ 3 ക്യൂബ് -3 ഇൻറ്റു 3 സ്ക്വയർ -10 ഇൻറ്റു 3 പ്ലസ് 24. 3 ക്യൂബ് ഇസ് 27 -27 വരും -30 plus 24. 27 minus 27 got cancelled. -30 plus 24 -6 ആണ്. We are getting a negative value. അപ്പോൾ അടുത്ത ഇൻ്റർവെൽ എന്താണ്? നെഗറ്റീവ് ആണ്. ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ദെൻ 4 to infinity. 4 to ഇൻഫിനിറ്റിയിലും we can take a value 5 തന്നെ എടുക്കാം. ഇതേപോലെ തന്നെ എക്സിന് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 5 ക്യൂബ് -3 ഇൻറ്റു 5 സ്ക്വയർ -10 ഇൻറ്റു 5 പ്ലസ് 24. മാത്ത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. വി ആർ ഗെറ്റിംഗ് എ പോസിറ്റീവ് വാല്യൂ ഹിയർ ഓൾസോ. അപ്പോൾ നോക്കൂ, ഏതൊക്കെ ഇൻ്റർവെൽസിലാണ് പോസിറ്റീവ് ആയിട്ട് കിട്ടുന്നത്? ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽസ് -3 to 2 ആൻഡ് 4 to infinity ആണ്. ഓക്കെ, അപ്പോൾ അത് എഴുതുക. -3 to 2 ആൻഡ് 4 to infinity. ഫംഗ്ഷൻ is strictly increasing. And decreasing ഏതാണ്? -infinity to -3 and 2 to 4. Function is strictly decreasing. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആൻഡ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇത്രയും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാംസിന് ചോദിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.